അമ്പലക്കുളം നിറച്ച് വെള്ളമാണ്, കുടിക്കാൻ തുള്ളി വെള്ളമില്ല. ഷൂ, കുടിച്ച് വെള്ളം കിട്ടിയായിരുന്നേ കുടിക്കായിരുന്നു. ആരാ ആരാ നിങ്ങൾ? ആരാ ആരാ നിങ്ങൾ? മകനെ, അങ്ങോട്ട് നോക്കൂ. ഇപ്പോഴേക്കും പോയോ? മകനെ, അതാ നിന്റെ മാല. ആരാ ആരാ നിങ്ങള്? ഓ ഓ ആരാ ആരാന്ന്? അപ്പോഴേക്കും പോയോ? അബി, എന്നെ ഒരാൾ നിരന്തരം ശല്യപ്പെടുത്തുണ്ടോ? ആരാണോ? എടാ, എന്റെ ബോള് കളഞ്ഞു പോയി. ബോള് കളഞ്ഞു പോയപ്പോഴും അത് കണ്ടുപിടിച്ചു തന്നു. പക്ഷെ കണ്ടുപിടിച്ചു തന്നപ്പോഴും എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ മാല കളഞ്ഞു പോയി, അതും എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ എന്നിട്ടും എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആരാണോ? ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതെനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അണ്ണാ, എനിക്കും അത് കാണണം. നമുക്ക് കാണുന്ന വിധം ഒരു പരിപാടി ചെയ്യാം. എന്ത് പരിപാടിയാടാ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? അണ്ണാൻ പോയ സ്ഥലത്ത് നമുക്ക് ഒന്നും കൂടെ പോവാം. നമുക്ക് മനഃപൂർവ്വം മാല തറയിടാം. അദ്ദേഹം വരുമോ എന്ന് നമുക്ക് നോക്കാം. എന്നാ വാടാ, നമുക്ക് അങ്ങനെ നോക്കാം. അണ്ണാ, പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, അണ്ണൻ മുമ്പേ പോയ വഴിയിൽ നമ്മൾ രണ്ടും പോകുന്നു. അണ്ണൻ മാല താഴെ ഇടുന്നു. അദ്ദേഹത്തെ നമുക്ക് രണ്ടും കാണാൻ പറ്റുമെന്ന് നോക്കാം. അതാ നിന്റെ പേഴ്സ്. ആരാ ആരാ? അണ്ണാ, ഞാനും കണ്ണ ദുരൈസ്വാമിയെ. നമുക്കൊരു പ്ലാൻ ഇടാം. ഇതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. എന്ത് പ്ലാനാണ്? പറയാം. ഞങ്ങൾ ഒരാളെ കണ്ടു. ഞങ്ങളുടെ മാല കളഞ്ഞുപോയി, ഞങ്ങളുടെ പേഴ്സ് കളഞ്ഞുപോയി. അപ്പോഴൊക്കെ ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അയാൾ. ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ നീ കണ്ടിട്ടില്ല, ഇവൻ കണ്ടിട്ടുണ്ട്. നമുക്കൊരു പ്ലാൻ ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ നിനക്കും അയാളെ കാണാൻ പറ്റുമല്ലോ. ആരാണോ അത്? ആരാണെന്ന് ഞങ്ങൾക്കറിയത്തില്ലടാ. താടിയും മുടിയും നീട്ടി വളർത്തി ഭസ്മാഭിഷേകനായ ഒരാളാണ്. ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. എടാ, ചിലപ്പോൾ ദുരൈസ്വാമി ആയിരിക്കും. ഒരു തമിഴനാ, ഇവിടെ വന്ന് താമസിക്കുന്ന മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭയങ്കര അത്ഭുത സിദ്ധിയൊക്കെ ഉള്ള ആളാ. ഏത് ദുരൈസ്വാമി ആയാലും ഏത് സ്വാമി ആയാലും നമുക്ക് അയാളെ കണ്ടുപിടിക്കണം. നമുക്ക് അതിനൊരു പ്ലാൻ തയ്യാറാക്കണം. നീ പോടാ, പണ്ടങ്ങോ ജീവിച്ചിരുന്ന ദുരൈസ്വാമി ഇപ്പോഴെങ്ങനാടാ വരുന്നേ? അയ്യോ, കീ കണ്ടില്ലല്ലോ. നിന്റെ കീ? നിന്റെ കീ? ശരിയാ, നമ്മളെ കീ കണ്ടില്ലല്ലോ. ഇനി നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? മകനെ, നിന്റെ പോക്കറ്റിലുണ്ട് താക്കോല്. നിങ്ങൾ ആരാ? നിങ്ങളെ ഞങ്ങളൊന്ന് കാണാനിരിക്കുകയായിരുന്നു. നിങ്ങൾ ദുരൈസ്വാമിയല്ല, കപട സന്യാസിയാണ്. ഇനി എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ പുറകെ വരണ്ട. മക്കളെ, നിങ്ങൾ അങ്ങനെ പറയരുത്.
ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഒന്ന് പോയി തരാമോ? മക്കളെ, ഞാൻ പോകാം. പക്ഷെ നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ഇനിയും ഞാൻ വരത്തില്ല. വേണമെന്നില്ല, ഒന്ന് പോയി തരാവോ? മക്കളെ, ശരി, ഞാൻ പോയി തരാം. ദാ നിങ്ങൾ അത് നോക്കൂ. അപ്പോഴേക്കും പോയോ? എന്തായാലും പോട്ടെ, നമുക്ക് എന്തായാലും പോവാം. എന്തുവാണ് വിഷമിച്ചിരിക്കുന്നേ? എൻ്റെ പെങ്ങളുടെ കല്യാണം, എൻ്റെ വണ്ടിയുടെ CC അടയ്ക്കണം, എൻ്റെ വീടിൻ്റെ ലോൺ അടയ്ക്കണം. ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ്. എൻ്റെ കയ്യിലും പൈസ ഇല്ലെണ്ണ. ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട്. ആ പൈസക്ക് എനിക്കൊരു വണ്ടി എടുക്കാൻ. ആരുടെയും കയ്യിൽ പൈസ ഇല്ലല്ലയോ? ഒരേ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 3 പേർക്കും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തേനെ. അഹന്തമൂത്ത മനുഷ്യർ, അവർക്കെന്നെ വേണ്ട.